ബർത്ത്ഡേ, നീ വരത്തില്ലേ? ആടാ ഞാൻ വരും, ഞാൻ ഉറപ്പായിട്ടും വരും. ആടാ, നമ്മൾ വന്നിട്ട് ഒരുപാട് നേരമായില്ലേ, നമുക്ക് വീടുകളിലേക്ക് പോയാലോ? വീട്ടിലെല്ലാരും അന്വേഷിക്കത്തില്ലേ? എന്നാ വാടാ പോവാം. എടാ ഇതെന്താടാ ആളുകളൊക്കെ ഇങ്ങനെ കിടന്നോടുന്നേ? എടാ, അത് ചിലപ്പോ മഴ വരാൻ പോകുന്നത് കൊണ്ടായിരിക്കും ഓടുന്നത്. ഇതെന്താ വണ്ടിയൊക്കെ മറിഞ്ഞു കിടക്കുന്നേ? എടാ, ഇത് സോംബിയാടാ. ഈ സോംബിയെ കണ്ടിട്ടാ മനുഷ്യൻ ഓടിയത്. വേഗം വണ്ടി തിരിക്കും, നമുക്ക് തിരിച്ചു പോകാം. എടാ മക്കളെ, വേഗം വിട്ടോ. അങ്ങനെ ഒടുവിൽ വീടെത്തി. ഒന്ന് ന്യൂസ് ചാനലൊക്കെ ഒന്ന് വെച്ച് നോക്കട്ടെ, വെളിയിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാമല്ലോ. കുട്ടിയെ, പ്രധാന വാർത്ത, നാട് മുഴുവൻ സോംബീസിന്റെ വിളയാട്ടം നടക്കുകയാണ്. ആരും പുറത്തൊന്നും ഇറങ്ങാതെ അവരവരുടെ വീടുകളിൽ സേഫായി തന്നെ ഇരിക്കുക. നാട്ടിലിപ്പോ എന്തൊക്കെയാ നടക്കുന്നേ? സോംബികൾ കൊണ്ട് നിറഞ്ഞല്ലോ ഈ നാട്. ഭാഗ്യം കൊണ്ടാണ് ഞാനും എന്റെ കൂട്ടുകാരനും രക്ഷപ്പെട്ടെ. എന്തായാലും അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. കാർത്തി വിളിക്കുന്നുണ്ടല്ലോ. എന്താടാ കാർത്തി? എടാ, നീ ഒന്ന് ന്യൂസ് ഇട്ട് നോക്കിയാണ്, വെളിയിൽ നടക്കുന്നതൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. നീ വേഗം ന്യൂസ് ഇട്ട് നോക്കിയേ. ആടാ, ഞാൻ ന്യൂസ് ഇട്ട് നോക്കിട്ട് വിളിക്കാം. എന്തായാലും വീടിന്റെ വെളിയിലോട്ടൊക്കെ ഒന്ന് നോക്കട്ടെ. അയ്യോ, ഇവിടെ എല്ലാം സോംബിയാണല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തായാലും അവൻ പറഞ്ഞ കണക്ക് TV നോക്കാം. ശരിയാ, അവൻ പറഞ്ഞ കണക്ക് സോംബി ആണല്ലോ, വെളിയൊന്നും ഇറങ്ങില്ലെന്നല്ലേ ന്യൂസിലും പറയുന്നത്. ഇനി എന്തായാലും അവനെ ഒന്ന് വിളിച്ചു നോക്കാം. ആദ്യം വിളിക്കുന്നുണ്ടല്ലോ. എന്താടാ ആദി? ആടാ, നീ പറഞ്ഞ ശരിയാടാ, വെളിയിലൊക്കെ നിറയെ സോംബിയാ. വീട്ടിലോട്ട് കേറി വരാൻ പോകുന്നു. ഞാൻ എന്ത് ചെയ്യാനാടാ? അവൻ എടുക്കുന്നില്ലല്ലോ, ഫോൺ കട്ടായെന്ന് തോന്നുന്നു. എന്തോ ഒരു സൗണ്ടും കേട്ടോ. അവൻ ഇപ്പൊ ആപത്തിലാ. ഞാൻ എന്തായാലും വേഗം അവന്റെ വീട്ടിലോട്ട് പോട്ടെ. അവന് ഇവിടെയൊന്നും കാണാനില്ലല്ലോ. മിക്കവാറും മേളിൽ കാണും. ദാ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. നീ എന്താണ് ഇവിടെ ഇരിക്കുന്നേ? എടാ, നിന്നെ ഫോൺ വിളിച്ച സമയത്ത് എന്നെ സോംബി അറ്റാക്ക് ചെയ്യുമെന്ന് ഞാൻ പിന്നെ ആ റൂമിൽ സോംബി അടച്ചിട്ടിരിക്കുകയാണ്. ഓ, അതാണോ നീ റൂം അടച്ചിട്ടിരിക്കുന്നത്? നമുക്ക് എന്തായാലും ഇനി അധിക നേരം ഇവിടെ നിൽക്കണ്ട. വാ, എങ്ങോട്ടെങ്കിലൊക്കെ പോവാ. എടാ, എന്നാ നമുക്ക് സയന്റിസ്റ്റ് അങ്കിളിന്റെ ലാബിലോട്ട് പോയാലോ? എടാ, എന്നാ അങ്ങോട്ടേക്ക് തന്നെ നമുക്ക് പോവാം. നീ വേഗം വാ. എടാ, എന്നാ നീ ഇവിടെ തന്നെ ഇരുന്നോ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ശരി, നീ പോയിട്ട് വാ. ഇവിടെയും സോംബിയോ? ഈ സോംബി മിക്കവാറും സയന്റിസ്റ്റ് അങ്കിൾ ആയിരിക്കും. അധികം നേരം ഇവിടെ നിൽക്കുന്ന അത്ര സേഫ് അല്ലാന്ന് തോന്നുന്നു. എടാ, വേഗം വണ്ടിച്ചാട്ടെ, വേഗം വണ്ടിച്ചാട്ടെ. എടാ, എന്താടാ പറയടാ കാര്യം? എടാ, ഞാൻ അവിടെ പോയപ്പോൾ സയന്റിസ്റ്റ് അങ്കിളിനെ കാണാനില്ല. അവിടെ ഒരു സോംബി നിൽക്കുന്നുണ്ടായിരുന്നു. അത് മിക്കവാറും സയന്റിസ്റ്റ് അങ്കിൾ ആവാനാണ് ചാൻസ്. 1 year later. അങ്ങനെ 1 വർഷം കഴിഞ്ഞു പോയി. ഇപ്പോൾ എന്റെ കൂടെ ആദിയില്ല. എന്നാലും ഇപ്പോഴും ഈ വൈറസ് നിലനിൽക്കുന്നു. എങ്ങനെയെങ്കിലും ഇതിനുള്ള മരുന്ന് കണ്ടെത്തണം. ഇപ്പോഴും ആ പഴയ ലാബ് അവിടെ തന്നെ ഉണ്ടോന്ന് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം. ഈ അതിർത്തി കഴിഞ്ഞല്ലേ ഇനി അങ്ങോട്ടേക്ക് പോവാൻ പറ്റുള്ളൂ. പെർമിഷൻ എടുത്തിട്ട് വരാം. അയ്യോ, ഇതാ ഒരു സോംബി. ഗണ്ണുള്ളോണ്ട് രക്ഷപ്പെട്ടു ഞാൻ. ഇവിടെയൊന്നും ആരെയും കാണാനില്ലല്ലോ. അവരൊന്നും ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു. എന്തായാലും ഇനി പെർമിഷന്റെ ആവശ്യമൊന്നുമില്ല. ഇനി അങ്ങോട്ടേക്ക് തന്നെ പോവാം. അങ്ങനെ ഒടുവിൽ അതിർത്തി കടന്നു പോയിട്ടുണ്ട്. ഇനി വേഗം തന്നെ അങ്ങോട്ടേക്ക് പോവാം. ഷെടാ, ആ ലാബൊക്കെ നശിച്ചു പോയല്ലോ. ഇനി ഞാൻ എന്താ ചെയ്യുക? ഇവിടെ കുറെ ഡോക്ടേഴ്സ് കാണില്ലേ, അവരോട് സഹായം തേടി നോക്കാം. ഇതിന്റെ മുകളിലാണ് ഡോക്ടേഴ്സിന്റെ റൂം. ഇതാ ഒരു സോംബി.